തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് മേയർ പറഞ്ഞത്, പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, അവർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ അവർക്കറിയാം 6 മാസത്തിലൊരിക്കൽ ഒരു അവിശ്വാസ പ്രമേയം, അങ്ങനെ 5 വർഷം കൂടുമ്പോൾ 10 അവിശ്വാസ പ്രമേയം വരും, വർഷത്തിൽ 2 എണ്ണം വരും എന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊടുക്കാനായിട്ട് UDF തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ UDFിൻ്റെ മാർച്ച് മ്യൂസിയത്തിൻ്റെ ഒരു എൻഡിൽ നിന്ന് ആരംഭിച്ച് കോർപ്പറേഷനിലേക്ക് മാർച്ച് വെച്ചിട്ടുണ്ട്. UDFിൻ്റെ രാജിവെക്കുക എന്നുള്ളതാണ്. സുഗതൻ രാജിവെക്കണം, സുഗതനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ രാജിവെക്കുക എന്നുള്ളത്. അപ്പോൾ നാളെ ഒരു നല്ല സമരം നടക്കാൻ സാധ്യതയുണ്ട്, കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സമരം. 20 പേരാണ് UDFിനുള്ളത്, 29 പേര് LDFിനുണ്ട്, പിന്നെ ഒരു സ്വതന്ത്രൻ. അങ്ങനെ സ്വതന്ത്രനെയും കൂടി കൂട്ടിയാലും 50 പേരെ ആകുകയുള്ളൂ. ഇപ്പുറത്തും 50 ഉണ്ട്. തുല്യം വന്നാൽ ഇത് പാസ്സാവില്ല. ഏത് പാസ്സാവില്ല? അവിശ്വാസം പാസ്സാവില്ല. അവിശ്വാസം പാസ്സാവണമെങ്കിൽ 101 പേരുള്ള സഭയിൽ 34 പേർ ഒപ്പിട്ടാലേ അവിശ്വാസം എടുക്കാൻ പറ്റുള്ളൂ. 51 പേരുണ്ടെങ്കിലേ അവിശ്വാസം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. 51 പേരും 51 പേർ പറഞ്ഞാലേ, അല്ലെങ്കിൽ 51 പേർ അനുകൂലമായാലേ അവിശ്വാസം പാസ്സാവുകയുള്ളൂ. അപ്പോൾ അവിശ്വാസം പാസ്സാവുന്നതിനും അവതരിപ്പിക്കുന്നതിന് തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. 34 പേര് ഒപ്പിടണം. 20 പേരേ ഉള്ളൂ UDFിൻ്റെ കൂടെ. ഒരു സ്വതന്ത്രം വന്നാൽ 21 പേരേ ഉള്ളൂ. അപ്പോൾ 34 പേരാകാൻ വീണ്ടും 13 പേര് വേണം. അപ്പോൾ LDFിലെ 13 പേര് ഇങ്ങോട്ട് വരികയോ, അല്ലെങ്കിൽ LDF ആണ് അവതരിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് പിന്നെ 30 പോയിട്ട് 5 പേര് അങ്ങോട്ട് പോവുകയോ, 5 സ്വതന്ത്രം കഴിഞ്ഞാൽ 4 പേര് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്താൽ മാത്രമേ ഏതെങ്കിലും ഒരു മുന്നണിക്ക് ഇത് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് അവതരിപ്പിക്കാൻ തന്നെ പ്രയാസമായിരിക്കും. LDF ഇന്നലെ വരെ ശിവൻകുട്ടിയൊക്കെ പറഞ്ഞത്, മുൻ മേയറും മന്ത്രിയെക്കാട്ടിലും ശിവൻകുട്ടി പറഞ്ഞത്, BJP മാറ്റാൻ ഞങ്ങൾ UDFുമായി കൈകോർക്കുമെന്നാണ്. പക്ഷേ ഇന്ന് V. ജോയി ജില്ലാ സെക്രട്ടറി അസന്നിഗ്ധമായി പറഞ്ഞു, അങ്ങനെ കൈകോർക്കുന്നില്ല. ഭാവിയിൽ അത് തിരുവനന്തപുരത്ത് ദോഷം ചെയ്യും. കാരണം UDF LDF ഒരു മുന്നണിയാണെന്നും, പിന്നെ തെരഞ്ഞെടുപ്പ് എങ്ങാനും വന്നാൽ BJPക്ക് അത് രാഷ്ട്രീയമായി വലിയ നേട്ടമുണ്ടാക്കും, ജനങ്ങൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തു കളയും എന്ന് പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ LDF തയ്യാറല്ല. ഈ 5 വർഷം ഭരിക്കണമെങ്കിൽ ഭരിച്ചോട്ടെ, പിന്നെ ഉള്ള കാലവും നമുക്ക് നോക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് LDF നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് വരാൻ തന്നെ സാധ്യതയില്ല. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നോട്ടീസ് കൊടുക്കാൻ പോലും സാധ്യതയില്ല. നോട്ടീസ് കൊടുക്കണമെങ്കിൽ 34 പേരുടെ ഒപ്പുണ്ടെങ്കിലേ നോട്ടീസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. 51 പേര് സഭയിൽ ഉണ്ടെങ്കിലേ ചർച്ചയ്ക്കെടുക്കാൻ പറ്റുകയുള്ളൂ. 51 പേര് വോട്ട് ചെയ്താൽ മാത്രമേ വിജയിപ്പിക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു വലിയ നൂലാമാലകൾ ഇതിനകത്തുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിശ്വാസം പാസ്സാവില്ല, അവതരിപ്പിക്കാം എന്നേ ഉള്ളൂ. ഈ 34 പേര് ഒപ്പിട്ടാലേ അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് CPM പിടികൊടുക്കാത്ത സാഹചര്യത്തിൽ ഒരു കാരണവശാലും അവിശ്വാസം അവതരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ചീറ്റിപ്പോവും, അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ നാളത്തെ സമരം ശക്തമായി നടത്താം. CPMും ശക്തമായി സമരരംഗത്തുണ്ട്. സുഗതനെ പുറത്താക്കിയെന്ന് വരെ ഞങ്ങളും സമരരംഗത്തുണ്ട് എന്ന് പറയുന്നു. എന്തായാലും സുഗതൻ ജയിലിൽ കിടക്കുന്നു. ഇവിടെ സമരമാണ്, ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള സമരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത്. ഇതിനിടയിൽ രാജേഷ് പറയുന്നു, അവർ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളും അവർ അതിന് നടപടിയിലേക്ക് നീങ്ങുന്നു. ഒന്ന്, നായ്ക്കളെ പിടിച്ച് ഷെൽട്ടറിലിടും. അത് പെർമനൻ്റായിട്ട് ഷെൽട്ടറിടുന്ന പ്രോസസ്സ് ശക്തമായി ആവേശത്തോട് നടക്കുന്നു. മിക്കവാറും എവിടെ ഇനി പട്ടി ഉണ്ടെങ്കിലും അവർ പിടിച്ചിടും. അതിൻ്റെ എല്ലാ സെറ്റപ്പും ആയി കഴിഞ്ഞു, ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ആലോചിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്കം പിടിക്കാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ തുടർന്ന് വരുന്നു എന്നൊക്കെയാണ് രാജേഷ് പറയുന്നത്. അപ്പോൾ എന്തായാലും രാജേഷിൻ്റെ ഭാഗം പറയുന്നു, മേയറുടെ കഥ പറയുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം പറഞ്ഞു, ഞങ്ങൾ 6 മാസം സമയം കൊടുത്തു, ഇനി ഞങ്ങൾ സമയം കൊടുക്കാൻ തയ്യാറല്ല, ഇനിയിപ്പോൾ അവർ ഇറക്കിയേ പറ്റുള്ളൂ എന്നുള്ള നിലയിൽ ശബരിനാഥ് നിൽക്കുന്നു. പക്ഷേ ഇറക്കൽ അത്ര എളുപ്പമല്ല എന്ന് V. ജോയിക്കും ശബരിനാഥിനും അറിയാം, ദീപക്കിനും ഒക്കെ അറിയാം. കാരണം ഇറക്കിയാൽ 2 കൂട്ടരും കൂടി ഒന്നിച്ച് നിന്ന് ഇറക്കിയാൽ പിന്നെ ആര് ഭരിക്കും? അവർ 2 കൂട്ടരും കൂടി ഭരിക്കാതെ, ഇനിയിപ്പോൾ 51 എന്ന് പറഞ്ഞ് 2 കൂട്ടരും കൂടെ നിന്ന് ഇറക്കിയാൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ ഇറക്കാൻ പറ്റിയാൽ തന്നെ, ഇറക്കിയാലും അവർ ഭരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ തീർച്ചയായിട്ടും അത് BJPക്ക് വലിയ നേട്ടമുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം വേണ്ട എന്നുള്ളതാണ് CPM എടുത്തിരിക്കുന്ന നിലപാട്. ആ നിലപാട് CPM എടുത്താൽ പിന്നെ ഈ 34 പേരുടെ അംഗബലമില്ലാത്തത് കൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം കൊടുക്കാനും കഴിയില്ല. അപ്പോൾ അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ നമുക്കറിയില്ല. എന്തായാലും നാളെ ശക്തമായ സമരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ആ സമരം UDF ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ്. UDFിൻ്റെ കൗൺസിലർമാർ 20 പേരുണ്ട്. അത് വലിയ സമരമായിരിക്കും നാളെ നടക്കുന്നത്. അപ്പോൾ ഭരണകക്ഷിയും കൂടെയാണ്. അപ്പോൾ നല്ല സമരത്തിനുള്ള സാധ്യതയുണ്ട്. ആൾക്കൂട്ടമൊക്കെ ധാരാളം വരാൻ സാധ്യതയുണ്ട്. വലിയ സമരമായിരിക്കും നാളെ. അത് കഴിഞ്ഞാൽ CPM ചിലപ്പോൾ നിരന്തരം സമരം ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഈ 2 കൂട്ടരുടെയും സമരത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഭാഗമായി ഉടനെ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. കോർപ്പറേഷനിൽ
യോഗവും വിളിച്ചിട്ടുണ്ട്. 3 യോഗത്തിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ മാത്രമേ അദ്ദേഹത്തിന് സുഗതൻ്റെ ഈ കൗൺസിലർഷിപ്പ് പോവുകയുള്ളൂ. ഇപ്പോൾ 1 യോഗമേ ആയിട്ടുള്ളൂ. 2 എന്നാണ് UDF LDF പറയുന്നത്. പക്ഷേ 1 യോഗമേ ഉള്ളൂ. ഒരു യോഗത്തിൽ അങ്ങനെയാണെങ്കിൽ ഇനിയും 3 മാസം കൂടി കഴിഞ്ഞില്ലേ അടുത്ത യോഗമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുഗതന് വീണ്ടും കുറച്ചു കാലം കൂടെ കിട്ടും. അതിനിടയ്ക്ക് സുഗത ഇറങ്ങിയാൽ മതി. ഇതൊക്കെയാണ് കാൽക്കുലേഷനുകൾ. എന്തായാലും ആകെ ചക്ക കുഴയും പോലെ കുഴഞ്ഞു മറിഞ്ഞ് നാശക്കോട്ടയായാണ് തിരുവനന്തപുരത്തെ ഭരണ സംവിധാനം ഓടുന്നത്.